അത്രയേറെ അഭിമാനമല്ല ഇപ്പോഴത്തെ പല പുരസ്കാരം എനിക്കാണ് കേട്ടത്. ഞാൻ തന്നെ എല്ലാവരും പറയുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ചില നമ്മുടെ ലൈഫിൽ ചില ഡൗൺ പോയിന്റുകളിൽ നിനക്കിത് പറ്റും എന്ന് തോന്നിപ്പിക്കുന്ന എൻ്റെ ഷെൽഫിലിരിക്കുന്ന അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായിട്ട് ഞാനിത് മനസ്സിലാക്കി. കാരണം എനിക്ക് സൗദി അറേബ്യയാണെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു നാഷണൽ അവാർഡ്, ആ നാഷണൽ അവാർഡിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ അവാർഡ് ഉണ്ടായിരുന്നു. കാരണം അത്രയേറെ വിലപ്പെട്ടതാണ്. പിന്നെ വേറെ ലളിതമായിട്ട് വേണ്ടി പറയുമ്പോൾ ഈ ഓർമ്മ വരുന്നത് ഈ തുടരുവിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ഇതാതൊരു കോള് ഒരു ദിവസം രാത്രിയിൽ വന്ന് എന്നെ അപ്പം ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിച്ചത്. അപ്പം സൗദി അറേബ്യ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷമാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം അതിൽ പല കാര്യങ്ങളും OTT വന്നതിന് സമയത്താണ് അത് കണ്ടത്. എനിക്ക് അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയുള്ള ഇപ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലി ഹുക്ക്ഡാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പല ഷോട്ടുകളിലും ഉമ്മ നടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വരുന്നു. നീ എൻ്റെ അമ്മേനെ ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും നിൻ്റെ മനസ്സിൽ ആ വേഷത്തിൽ നിന്ന് ആലോചിച്ചു. എനിക്കെന്തോ ആ അമ്മ നടന്നു പോകുമ്പോഴും ആ വേച്ച് പോകുമ്പോഴും ആ നോട്ടത്തിലുമൊക്കെ എനിക്ക് ലളിതാമ്മേനെ ഭയങ്കരമായിട്ട് തോന്നുന്നു. ഒരു 15 മിനിറ്റോളം വളരെ ഇമോഷണൽ. അപ്പോൾ എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്ര അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ ഓർമ്മയെ ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ ആ മനുഷ്യനെ ആ രീതിയിൽ അത് കണക്ട് ചെയ്തിട്ട് അത്രയും വികാരം ഫലിതനായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കന്ന് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ആ കുടുംബവും ആ അമ്മയും പറഞ്ഞ ആശാനൊക്കെ ഞങ്ങളുടെയൊക്കെ നിറകേലികളെ തോൽക്കാൻ വിജയിച്ച് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലൂടെ ഇങ്ങനെ വേറെ വേറെ വേഷങ്ങളിലൂടെ വേറെ വേറെ കഥകളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തുടങ്ങി വെച്ചതിൻ്റെ വേറെ പതിപ്പുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കും അങ്ങനെ അഹങ്കാരത്തോടെ അഭിമാനത്തോടൊന്നും പറയാൻ പറ്റില്ല. കാരണം സാറൊക്കെ ഉണ്ടാക്കി വെച്ചതിൽ നിന്ന് ഇൻസ്പയർ ആവുന്ന സിനിമകളൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടാകുന്നുള്ളൂ.